ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പോർഷൻ കവർ ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതിനകത്ത് നിന്ന് നമുക്ക് ഫസ്റ്റായിട്ട് ഈ കൺസ്ട്രക്ഷൻ തന്നെ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ പാർട്ട് 1 അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ ചാപ്റ്ററിൽ നിന്നും പോസിബിലിറ്റീസ് കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉള്ളത് കേട്ടോ. സോ അത്തരം ക്വസ്റ്റ്യൻസാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇത് പാർട്ട് 2 ആണ്. സോ ഫസ്റ്റ് വൺ കൺസ്ട്രക്ഷനിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, see, draw a rectangle of sides 4 cm and 3 cm. Draw a square of area equal to the area of this rectangle. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ അതിന് നമുക്കൊരു റഫ് ഫിഗർ വരയ്ക്കാൻ നേരത്തെ നോക്കിയേ. 4 സൈഡ്സും 3 cm ആണ്. എന്തായാലും 4 സൈഡ്സ് എന്ന് പറയുമ്പം നമ്മുടെ ലെങ്ത് ആയിരിക്കും അല്ലേ. സോ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, ഒരു 4 cm കൊടുക്കണം അല്ലേ. അതുപോലെ തന്നെ ഇവിടെ 3 cm നമ്മുടെ ബ്രെഡ്ത്ത് കൊടുക്കുക. ഇവിടെയും 3 ആയിരിക്കും. then ഇത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി, ഒരു റെക്റ്റാങ്കിൾ കിട്ടി. സോ 3ഉം 4ഉം സൈഡായിട്ടുള്ള നമുക്കൊരു റെക്റ്റാങ്കിൾ നമ്മളിവിടെ ഇപ്പോൾ റഫായിട്ട് നമ്മൾ വരച്ചു. ഇനി എന്താ പറയുന്നത്, ഡ്രോ ദി സ്ക്വയർ ഓഫ് ഏരിയ ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ. ഇതിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയ്ക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, L/B ആണ്. സോ നമുക്കിവിടെ ആൻസർ എത്ര കിട്ടും, 4 × 3 = 12 ആയിരിക്കും കിട്ടുക. ഓക്കെ, 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും ഇതിൻ്റെ എന്താ ഏരിയ, ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ. സോ ഈ അതേ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിൽ വരുന്ന തന്നെ ആയിട്ടുള്ള ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങളിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം നമുക്കറിയാമല്ലോ, ഇപ്പുറം 3 cm എന്നറിയാം. സോ 3 cm എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക ഇവിടെ. ഓക്കെ ആണല്ലോ. ആദ്യം റെക്റ്റാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു, അതിനുശേഷം 3 cm എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ വരച്ചു. ഇനി ഇത് വരച്ച് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 3 ഉണ്ട് അല്ലേ. സോ ഇതിൻ്റെ ടോട്ടൽ 7 വരും. ഇതിനെ കോമ്പസ് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഇതിൻ്റെ മോർ ദാൻ ഹാഫ് എടുത്തിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇങ്ങനെയും വരയ്ക്കുക. ഓക്കെ, ഇത് വരച്ച് വരുമ്പോൾ ഇങ്ങനെ നടുക്കൂടെ വരച്ച് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു ഹാഫ് കിട്ടും. ഈ ഹാഫിൻ്റെ ഈ റേഡിയസ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സർക്കിൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുക. റൈറ്റ്, അപ്പോൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് ഒരു സർക്കിൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ 2 ഭാഗത്തൂടെ മുട്ടിയായിരിക്കും പോകുന്നത് കണ്ടോ. ഈ 2 എൻഡിലൂടെ മുട്ടിയായിരിക്കും നമ്മുടെ സർക്കിൾ പോവുക. റൈറ്റ്, അപ്പോൾ നമുക്കിത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, എന്താ ഈ പാർട്ടിക്കുലർ പോർഷനെ നമ്മൾ നീട്ടി വരയ്ക്കുക. ഓക്കെ, ഈ സർക്കിളിലേക്ക് മുട്ടി വരച്ചതിന് ശേഷം ഇതിന് നമുക്ക് എന്ത് പറയാം, ഇതായിരിക്കും നമ്മുടെ 12. എന്ത് 12 ആയിരിക്കും, അത് √12 ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഈ സെയിം മെഷർമെൻറ്റ് എടുക്കുക, കോമ്പസിൽ ഇതെടുത്തിട്ട് മെഷർ ചെയ്തെടുത്തിട്ട് ഇവിടെയും ആർക്ക് കൺസ്ട്രക്ട് ചെയ്യുക, ഇവിടെ ആർക്ക് കൺസ്ട്രക്ട് ചെയ്യുക. അതുപോലെ ഇതിനെയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക, ഇവിടെ കുത്തി ഇവിടെ വീണ്ടും ഒരു ആർക്ക് കൺസ്ട്രക്ട് ചെയ്ത് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പ്രകാരം ഇതിൻ്റെ സെയിം ഏരിയയിലുള്ളൊരു സ്ക്വയർ നമുക്ക് ആയിട്ടുണ്ടെന്ന് അർത്ഥം. സോ ഇത് റഫ് ഫിഗറാണ്, നമുക്കത് ക്ലിയറായിട്ട് നമുക്കിത് ഇവിടെ വരയ്ക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് എന്താ വേണ്ടത്, 4 cm നമ്മളിത് വരയ്ക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ 4 cm വരുന്നതും ഇവിടെ 3 cm ഒരു റെക്റ്റാങ്കിൾ ഞാനിവിടെ ഫോം ചെയ്തിട്ടുണ്ട്. സ്കെയിലിന് ഒരുപാട് നീളം കൂടുതലായതുകൊണ്ടാണ് അത് ഞാൻ ഇതിൽ വീഡിയോ എടുക്കാതെ തന്നെ വരച്ചത് കേട്ടോ. അപ്പോൾ ഇത് വരച്ച് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഒരു 3 cm നീട്ടി വരയ്ക്കുക കണ്ടോ. സോ ഇവിടെ 3 cm, ഇവിടെ 4 cm, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഇനി എന്ത് ചെയ്യുക, ഞാനിവിടെ ഓൾറെഡി പറഞ്ഞു ഇത് 12 ആണെന്ന് പറഞ്ഞു കേട്ടോ. 4 × 3 12 ആണല്ലേ. L/B ആണ് ഏരിയ കാണാനുള്ള ഫോർമുല. സോ ഈ 3 നമുക്ക് ഇങ്ങോട്ടേക്ക് നീട്ടി വരയ്ക്കുക. ഓക്കെ, ഇവിടെ ഈ 3 cm നീട്ടി ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു. സോ ടോട്ടൽ നമുക്ക് എത്രയുണ്ട്, ഇപ്പോൾ 7 ആണുള്ളത് അല്ലേ. 4ഉം 3ഉം കൂടെ 7 ആണുള്ളത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മോർ ദാൻ ഹാഫ് നമ്മൾ എടുക്കണം. ഓക്കെ, ഇവിടെ ഒരു കോമ്പസും പെൻസിലൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് വെച്ചാൽ നമുക്ക് ഈ എൻഡിൽ വെച്ചിട്ട് കേട്ടോ, ഈ എൻഡിൽ ഞാൻ കുത്തിയിട്ടുണ്ട്. ഇതിനേക്കാളും ഒരു മോർ ദാൻ ഹാഫ് കുറച്ച് കൂടുതലായിട്ട് എടുത്തോളുക. ഓക്കെ, ഞാൻ ഇപ്പോൾ എത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യുക, നമുക്ക് ആർക്ക് കൺസ്ട്രക്ട് ചെയ്യുക. സി, ഇവിടെ ഒരാർക്ക് വരച്ചു, താഴേക്കും ഒരാർക്ക് വരയ്ക്കാം. ഇവിടെയും ഒരാർക്ക് ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളെവിടെയാണ് കുത്തി വരച്ചത്, ഇവിടെ കുത്തിയാണ് ആർക്ക് വരച്ചത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പുറത്തെ എൻഡിൽ വെച്ചിട്ട് ഇവിടെയും ആർക്ക് കൺസ്ട്രക്ട് ചെയ്ത് അതിനെ ക്രോസ് ചെയ്തു കണ്ടോ. അതുപോലെ ഇവിടെയും ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ 2 ആർക്ക് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇത് സെൻറ്ററിലൂടെ എങ്ങനെ വരച്ചെടുക്കുക. ഓക്കെ,
സോ കൃത്യമായിട്ട് വെച്ചിട്ട് വരയ്ക്കുക കേട്ടോ. കണ്ടോ? അപ്പോൾ നമുക്കിതിനെ ഈ ഒരു ലൈനെ, അതായത് ഇവിടെ മുതൽക്ക് ഇവിടം വരെയുള്ളൊരു ഈ ലൈനെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബൈസെക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ രണ്ട് ഭാഗം എന്താണ്, ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. നമുക്കൊക്കെ ക്ലിയറായി മനസ്സിലായില്ലേ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻറ്ററിൽ ഇവിടെ കുത്തിയിട്ട് അവിടെ വരെയുള്ള റേഡിയസ് എടുത്തോളുക. കണ്ടോ? കറക്റ്റ് ഈ പോയിന്റിൽ തന്നെ വരണം കേട്ടോ, അത് തെറ്റും. ഇനി അവിടെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സർക്കിളിനെ ഫോം ചെയ്യുക. റൈറ്റ്? എൻ്റെ കോമ്പസ് ശരിക്കും അങ്ങോട്ട് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ, അതാണ് പ്രശ്നം. കണ്ടോ? അപ്പോൾ നമ്മളൊരു സർക്കിൾ നമ്മളിവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കാൻ നോക്കിയത് നമ്മുടെ ഈ ലൈൻ നോക്കി, ഈ ഭാഗത്തുള്ള ലൈൻ. ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സോ നമ്മൾ ഫസ്റ്റ് ഇതെല്ലാം വരച്ചു, നമ്മൾ മോർ ദാൻ ഹാഫ് എടുത്തു, ഇതിനെ കറക്റ്റായിട്ട് ബൈസെക്റ്റ് ചെയ്തു, ഒരു സർക്കിൾ നമ്മൾ ഫോം ചെയ്തപ്പോൾ ഈ രണ്ടറ്റത്തിലൂടെയും തന്നെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. റൈറ്റ്? ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ പോകുന്ന ഈ 3 എന്നുള്ള ഈ ലൈനെ ഈ സർക്കിളിലേക്ക് കൂട്ടിമുട്ടിക്കുക. ഓക്കെ? കാരണം അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ, നമ്മൾക്ക് പറഞ്ഞിട്ടുള്ള സെയിം ഏരിയയുടെ, റെക്റ്റാങ്കിളിൻ്റെ സെയിം ഏരിയയിലായിട്ടുള്ള സ്ക്വയറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ നീട്ടി വരച്ചു. കണ്ടോ? അപ്പോൾ ഈ ഒരു ലൈൻ നമ്മൾ എന്ത് ചെയ്തു, സർക്കിളിലേക്ക് മുട്ടിച്ച് വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് കേട്ടോ. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള മെഷർമെൻറ്റ് നമ്മൾ എടുക്കുക. കണ്ടോ? കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് നമ്മളിവിടെ നിന്ന് എടുത്ത് വെച്ചിട്ട് ഇവിടേക്ക് കട്ട് ചെയ്യുക. ഇവിടെ ഒരു ആർക്ക് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അതേപോലെ തന്നെ ഇവിടെ എവിടെയാണോ മുട്ടി നിന്നത് അവിടെ കോമ്പസ് പോയിന്റ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യുക, ഇതൊന്ന് കട്ട് ചെയ്തോളാം. ഇനി നമുക്ക് ഈ ഭാഗം, ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ഭാഗത്തേക്കാളും കുറച്ചുകൂടെ നീട്ടിയാണ് നമ്മുടെ ആർക്ക് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. സോ അതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തോളൂ. കണ്ടോ? ഇപ്പം നീട്ടി വരച്ചിട്ടുണ്ട്. ഇനി ആ പോയിന്റിൽ വെച്ചുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് ഈ സെയിം മെഷർമെൻ്റ് ആണ് കേട്ടോ, മെഷർമെൻറ്റ് മാറുന്നത്, എൻ്റെ കോമ്പസ് സ്വല്പം നീങ്ങിപ്പോയി, ഇവിടെ വെച്ചിട്ട് ഒന്നുകൂടി കട്ട് ചെയ്യുക. കണ്ടോ? ഇനി അതിന് ശേഷം എന്ത് ചെയ്യുക, ഇതെല്ലാം അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കുക. ഓക്കെ? കോമ്പസ് മാറിപ്പോയിട്ടോ, അപ്പോൾ ഇതിൻ്റെ സ്ലൈറ്റ് ഡിഫറൻസ് കാണും. നിങ്ങൾ ചെയ്യുമ്പോൾ നേരെ തെറ്റാതെ ചെയ്യുക. റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മൊബൈലും കൂടി തള്ളി താഴെ വീഴാനായിട്ട് പോയി, അതായിരുന്നു പ്രശ്നം. ഓക്കെ? കണ്ടോ? അപ്പോൾ ഇതിനെയും നീട്ടി വരച്ചു. അപ്പോൾ നമ്മുടെ ഇതാണ് എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് എന്താ, ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ. സോ ഈ റെക്റ്റാങ്കിളിൻ്റെ അതേ ഈക്വൽ ആയിട്ടുള്ള ഒരു സ്ക്വയറാണ് നമ്മളിവിടെ ഫോം ചെയ്ത് എടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? എന്നിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാർട്ടിക്കുലർ പോർഷനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്തെങ്കിലും പെൻസിൽ വെച്ചോ പേന വെച്ചോ നല്ല ഭംഗിയായിട്ട് അപ്പോഴത്തെ കാണിച്ചു കൊടുക്കുക. ഓക്കെ ആണല്ലോ? സോ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വരാൻ വളരെയധികം പോസിബിലിറ്റീസും ഉള്ളതാണ്. ഓക്കെ? അപ്പോൾ അതുപോലെ ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ കൺസ്ട്രക്ഷനൊക്കെ ചെയ്ത് പഠിക്കുക. അറിയില്ലാത്ത മിക്ക കുട്ടികൾക്കും തന്നെ അറിയാം. ഇവിടെ ട്യൂഷനൊക്കെ എടുക്കുമ്പോൾ എല്ലാ കുട്ടികളും ഇത് വളരെ ഭംഗിയായിട്ട് ഇവിടെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്വയർ. ഇനി അതിന് ശേഷം നമുക്ക് എന്ത് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകൾ നമുക്കിവിടെ കൊടുക്കാം അല്ലേ. അപ്പോൾ ഈ ഒരു സ്ക്വയറിന് ഒരു പേര് കൊടുക്കാം, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത്തിനൊരു പേര് കൊടുക്കാം. നമുക്ക് ആദ്യമേ എന്ത് ചെയ്യാം, ഈ ഒരു റെക്റ്റാങ്കിളിന് നമ്മൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്തത് എന്താണ്, റെക്റ്റാങ്കിളാണ്. സോ ഇവിടെ എയും ബിയും സിയും ഡിയും നമുക്കിവിടെ പേര് കൊടുക്കാം. ഓക്കെ? ഇനിയോ നമ്മുടെ ഈ ഒരു സ്ക്വയറിനും കൂടെ നമുക്കൊരു പേര് കൊടുക്കണ്ടേ. അപ്പോൾ നമുക്ക് ABCD ആയി നമുക്കിവിടെ എന്ത് കൊടുക്കാം, ഈ കോർണറിന് ഇ കൊടുക്കാം, FG. ഓക്കെ? സോ ഇതായിരിക്കും നമ്മുടെ പിക്ചറായിട്ട് വരിക കേട്ടോ. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഏത് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്കിതെങ്ങനെ വരയ്ക്കും, ഇതിൻ്റെ സെയിം ഏരിയയിൽ എങ്ങനെ സ്ക്വയർ കണ്ടെത്തും എന്നുള്ളത് വിഷമം വേണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഏരിയ ആണ് തന്നിരിക്കുന്നത് അല്ലേ.
ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്തത്, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എൽ ഇൻറ്റു ബി ആണെന്ന് നമുക്കറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സോ ഇവിടെ തന്നിട്ടുള്ള മെഷർമെൻറ്റ്സ് വെച്ചിട്ട് നമ്മളത് കണ്ടെത്തിയപ്പോൾ 12 ആണ്. സോ ഇതേ ഇതിലുള്ളത് തന്നെയാണിത്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എന്താണിത്, √12 ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഈ ഒരു കൺസ്ട്രക്ഷൻ. സോ നല്ല പോലെ എല്ലാവരും പഠിച്ചോളുക. ഓക്കെ ആണല്ലോ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി നമുക്കൊരു പാറ്റേൺ സ്റ്റൈൽ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. നോക്കിയേ 1 2 3 4 5 6 7 8 9 10. പിന്നെ ഇവിടെ ഡാഷാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ട് നോക്കിയേ, റൈറ്റ് ദ നെക്സ്റ്റ് 2 ലൈൻസ് ഓഫ് ദിസ് പാറ്റേൺ. സോ ഈ പാറ്റേണിൽ വരുന്ന നെക്സ്റ്റ് 2 ലൈൻസ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ എളുപ്പമല്ലേ അല്ലേ? നോക്കുമ്പോൾ നോക്കിയേ, ഫസ്റ്റിൽ എത്രയാണ് കിടക്കുന്നത്, ഒരേ ഒരു നമ്പറേ ഇവിടെ കിടപ്പുള്ളൂ. ഇവിടെ 2 3 ഉണ്ട്. സോ അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും, 10 കഴിഞ്ഞിട്ട് വരിക എന്തായിരിക്കും, 11 then 12 13 14 സോ 15. ഇനി നെക്സ്റ്റ് ലൈന് വന്നാലോ, 16 17 18 19 20 21. കണ്ടോ? സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ പാറ്റേൺ പോകുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വളരെയധികം എളുപ്പമാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് ദ ഫസ്റ്റ് നമ്പർ ഓഫ് 10th ലൈൻ ഓഫ് ദിസ് പാറ്റേൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ പാറ്റേണിൽ ഇതിപ്പോൾ എത്ര ലൈൻസ് ഉള്ളത് നമുക്ക് കണ്ടോ, 1 2 3 4 5 6 ഉള്ളൂ അല്ലേ, 6 ഉള്ളൂ. പക്ഷെ നമ്മളോട് പറഞ്ഞേക്കുന്നത് എത്രാമത്തെയാണ്, 10th ലൈനിൽ ഇങ്ങനെ പോയി കഴിഞ്ഞ് 10th ലൈൻ എത്തുമ്പോൾ വരുന്ന ആദ്യത്തെ നമ്പറും ഏറ്റവും അവസാനത്തെ നമ്പറും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിൽ വലിയ നിങ്ങൾ ഇതുപോലെ തന്നെ ഇങ്ങനെ എഴുതി പോയി നോക്കേണ്ട ആവശ്യമില്ല. അതിന് നമ്മുടെ കൈകളിൽ ഒരു ഇക്വേഷൻ ഉണ്ടല്ലേ. ഏതാണ് ആ ഇക്വേഷൻ? നമുക്കറിയാം എന്താണ് ഇക്വേഷൻ, n ഇൻറ്റു n പ്ലസ് 1/2 എന്നുള്ളൊരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. അത് ഈ പാറ്റേണിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം ഇത് വളരെ എളുപ്പമുള്ളൊരു പാറ്റേൺ ആണ് അല്ലേ. 1 then 2 3 4 5 6 7 8 9 10 ഇങ്ങനെയാണ് പോകുന്നത്. അതായത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആയിട്ടാണ്. ഇപ്പോൾ അവിടെ ഇനിയും വേറെ പാറ്റേൺ വരാം. അതിനകത്ത് വരുമ്പോൾ ഒരു പക്ഷേ ഇതുപോലെ ആകില്ല, വേറെ രീതിയിലായിരിക്കും വരിക. കുറേ ഡിഫറൻസ് കൂടിയിട്ടായിരിക്കാം വരിക. സോ അത് വരുന്ന സമയത്ത് നല്ലപോലെ ചിന്തിക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ അതായത് നമുക്ക് ഇത് നോക്കിയാൽ മതി, നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോക്കിയാൽ 10th ലൈൻ, ഈ 10th ലൈനിലെ ഫസ്റ്റ് നമ്പറും വേണം, ലാസ്റ്റ് നമ്പറും വേണം അല്ലേ. സോ നമുക്കിപ്പോൾ ഫസ്റ്റ് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, 9th ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം അല്ലേ. 9th ലൈനിലെ ലാസ്റ്റ് നമ്പർ കണ്ടെത്തിയാലായിരിക്കും 10th ഫസ്റ്റ് നമ്പർ നമുക്ക് കിട്ടുക അല്ലേ. ഇപ്പോൾ ഇത് നോക്കിയേ, ഇതിൽ ഇപ്പോൾ ഈ 5th ലൈനാണ്. 5th ലൈനിൽ 15 നമുക്ക് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ 6th ലൈനിൽ ഫസ്റ്റ് നമ്പർ എന്താണ് 16 എന്ന് എഴുതിയത്. ഒരു നമ്പർ വ്യത്യാസം നമുക്കൂടെ ഉള്ളൂ. സോ അതേ കണക്ക് തന്നെയാണ് 9th നമ്പറിലെ അവസാനത്തെ നമ്പർ കണ്ടെത്തിയാൽ മാത്രമേ 10th ലൈനിലെ ഫസ്റ്റ് നമ്പർ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. കറക്റ്റ് അല്ലേ പറഞ്ഞത്? സോ 9th ലൈനിൽ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷൻ എല്ലാവരും ഓർത്ത് വയ്ക്കാം. ഓക്കെ, n ഇൻറ്റു n പ്ലസ് 1/2. സോ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, 9 കൊടുക്കാം. 9th ലൈനിലാണ് കാണാൻ പോണേ കേട്ടോ. 9th ലൈനിലെ ലാസ്റ്റാണ് കേട്ടോ. ഇത് 9th ലൈനിലെ ലാസ്റ്റ് നമ്പറാണ് ഇപ്പോൾ ഇവിടെ കണ്ടെത്താൻ പോകുന്നത്. ഓക്കെ, സോ 9 പ്ലസ് 1/2 ചെയ്യുക. ഓക്കെ, സോ 9 ഇൻറ്റു ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ എത്ര കിട്ടും, 10 കിട്ടും, /2 ചെയ്യുക. സോ ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്താൽ എത്രയായിരിക്കും കിട്ടുക, 90 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ എത്രയായിരിക്കും കിട്ടുക, 45 അല്ലേ കിട്ടുന്നത്. സോ നമുക്കിത് എന്താണിത്, 9th വരിയിലുള്ള ഏറ്റവും ലാസ്റ്റ് ടേമാണ് ഏത്, ദിസ് ഈസ് ദ ലാസ്റ്റ് ടേം ഓഫ് 9th ലൈൻ അല്ലേ, ലാസ്റ്റ് ടേം ഓഫ് 9th ലൈൻ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ടേം. അങ്ങനെയാണെങ്കിൽ 10th ലൈനിലെ ഫസ്റ്റ് ടേം എന്തായിരിക്കും, ഫസ്റ്റ് ടേം ഓഫ് 10th ലൈൻ എഴുതിയാൽ മതിയായിരുന്നു കേട്ടോ. ഓക്കെ, ഞാൻ ഷോർട്ടായിട്ട് എഴുതാം. 10th ലൈനിലെ ഫസ്റ്റ് ടേം. ഓക്കെ, ഫസ്റ്റ് ടേം വന്നപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്, 45 ആണ് നമുക്കിവിടെ കിട്ടിയത്. സോറി, 45 അല്ല, ഇത് 9th ടേമിലെ ലാസ്റ്റ് ടേമാണിത്. 9th ലൈനിലെ ലാസ്റ്റ് ടേമാണ് 45. സോ അതിൻ്റെ കൂടെ 1 കൂട്ടണം. അപ്പോൾ എത്രയാണ് കിട്ടുക നമുക്കിവിടെ, 46. ഓക്കെ, 46 ആണ് 10th ലൈനിൽ വരുന്നത് കേട്ടോ. ഇതിപ്പോൾ 10th ലൈൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ടേം ആരാണ്, 46 ആയിരിക്കും. ഇനി ഇതിങ്ങനെ പോയി നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്, അതിൻ്റെ ലാസ്റ്റ് ലൈനും കണ്ടെത്താൻ പറഞ്ഞു. ലാസ്റ്റ് ടേമും കണ്ടെത്താൻ പറഞ്ഞു. സെയിം പ്രോസസ്സ് തന്നെയല്ലേ. ഇതേ എന്താണ് ലാസ്റ്റ് ടേം ഇതിലെ ലാസ്റ്റ് ടേമാണ് 10th ലൈനിലുള്ള
ലാസ്റ്റ് ടേം കാണാൻ പറയുമ്പോഴും എന്ത് തന്നെയാണ് ഫോർമുല? n ഇൻറ്റു n മൈനസ് 1/2 തന്നെയാണ് ഇവിടുത്തെ ഫോർമുല. എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 10 കൊടുക്കുക ഇൻറ്റു 10 +1 കേട്ടോ, മൈനസ് ഒന്നുമല്ലായേ, 10 + 1/2. അപ്പം നമുക്കിവിടെ എന്തായിരിക്കും കിട്ടുക? 10 ഇൻറ്റു 10 + 1 എത്രയാണ്? 11/2 കിട്ടും അല്ലേ? അത് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയായിരിക്കും ആൻസർ കിട്ടുക? നമുക്ക് കിട്ടുന്നത് 55 ആയിരിക്കും നമുക്കിവിടെ ആൻസറായിട്ട് ലഭിക്കുക. കറക്റ്റ് അല്ലേ? ഒന്നുകൂടെ നോക്കിക്കേ, കണ്ടോ? അതായത് ഇപ്പോൾ എന്താ 10 × 11 അല്ലേ, നമുക്ക് എന്താ കിട്ടുക? 110 കിട്ടും ബൈ 2. 110നെ 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ, 2 5s are 10 ആണല്ലോ. സബ്ട്രാക്ട് ചെയ്യുക, അഗെയിൻ 10. സോ 2 5s are 10. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് കിട്ടിയത്? 55 ആയിരിക്കും. സോ 10th ലൈനിലുള്ള ഫസ്റ്റ് ടേം 46 ആയിരിക്കും, ലാസ്റ്റ് ടേം എന്തായിരിക്കും? ലാസ്റ്റ് ടേം വന്നിട്ട് 55 ആയിരിക്കും. കണ്ടോ, വളരെ എളുപ്പമല്ലേ? സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ രക്ഷയാണ്. ഈ ഒരു ഫോർമുല യൂസ് ചെയ്ത് വേഗം 9ാമത്തെ ടേം കണ്ടെത്തുക. ഏത് ടേമാണോ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഫസ്റ്റ്, ഇതിപ്പോൾ ഒരു 20th ലൈനാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? 19th ലാസ്റ്റ് ടേമിനെ ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടെത്തി അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 20th ലൈനിലെ ഫസ്റ്റ് ടേം കിട്ടും. പിന്നെ ലാസ്റ്റ് ടേം കാണാൻ പറയുമ്പോൾ ഫോർമുല എന്താണ്? അതായത് മറക്കരുത് കേട്ടോ, n ഇൻറ്റു n + 1/2 എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്ത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ ഈസി ആയിട്ട് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ ആണല്ലോ? ഇതാട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടേം ഈസ് 30 ആൻഡ് സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഈസ് 300. റൈറ്റ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതോ ഉണ്ടോ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഈസ് 300 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ടേം തന്നു. സോ അതാണ് ഫസ്റ്റ് ടേം ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ 60 ഇല്ല കേട്ടോ, അതിപ്പോൾ എഴുതി വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം ഉണ്ട്, ബാക്കി 4 ടേംസും നമുക്ക് അറിയില്ല. അതിൻ്റെ സം അറിയാം 300 എന്ന്. സോ നമുക്കിതിൽ മിഡിൽ ടേം കാണാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എത്ര നമ്പേഴ്സ് ഉണ്ട്? 5 നമ്പേഴ്സ് നമുക്കിവിടെ ഉണ്ട്. സോ ഈ 300നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 60 കിട്ടും. കണ്ടോ, മിഡിൽ ടേം നമുക്കിവിടെ ലഭിച്ചു. സോ ഇവിടെ 5 നമ്പർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈസി ആയിട്ട് ചെയ്ത് വന്നത്. 300നെ ഇതൊരു ഓഡ് നമ്പർ അല്ലേ, 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 60, ദാറ്റ് ഈസ് എന്താണ്? മിഡിൽ നമ്പറാണ്. അതായത് x1 x2 x3 അതായത് ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം തേർഡ് ടേം. സോ തേർഡ് ടേമാണ് നമുക്കിവിടെ കിട്ടിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് നമുക്കിവിടെ അറിയേണ്ടതായിട്ടുണ്ട്. സോ കോമൺ ഡിഫറൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്താൽ മതി? നമ്മൾ ആദ്യം പൊസിഷൻ ഡിഫറൻസ് നോക്കുക അല്ലേ. പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് എത്രയുണ്ട്? ഇത് 1ാമത്തെ നമ്പർ, 2ാമത്തെ, 3ാമത്തെ, 4ാമത്തെ, 5ാമത്തെ. സോ ടോട്ടൽ നമുക്ക് 5 പൊസിഷനിലുള്ള നമ്പേഴ്സാണ് ഉള്ളത് അല്ലേ. സോ ഈ ലാസ്റ്റ് നമ്പറിൽ നിന്ന് ഈ ഫസ്റ്റിനെ, അതായത് 5ാമത്തെ പൊസിഷനിൽ നിന്ന് 1ാമത്തെ പൊസിഷൻ റെഡ്യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പൊസിഷൻ ഡിഫറൻസ് കിട്ടും. സോ 5 - 1. 5 എന്ന് പറയുന്നത് എന്താണ്? ഇത് 5ാമത്തെ നമ്പർ, ഇത് 1ാമത്തെ നമ്പർ. അത് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 4 കിട്ടി. ഈ 4 കൊണ്ട് നമുക്ക് കോമൺ ഡിഫറൻസ് കാണാൻ പോവുകയാണ്. കോമൺ ഡിഫറൻസ് ആയിട്ടില്ല. സോ ബിഫോർ ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, സോ 4 നമുക്ക് കിട്ടി. ഇത് നമുക്ക് CD കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇതാ ഈ 60നെ ഈ 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. ഇത് കണ്ടോ, 1 ടൈം പോകില്ലേ? 6ൽ 1 ടൈം പോയിട്ടുണ്ട്, 4 എടുത്തിട്ടുള്ളൂ. ബാക്കി 2 ഉണ്ട്. 2 ഇതിനോട് വെച്ചപ്പോൾ എത്രയായി? 20 ആയി. സോ 15 ടൈംസ് നമുക്ക് പോയി. അപ്പോൾ നമുക്ക് നമ്മുടെ CD കിട്ടിയല്ലോ, 15 എന്നുള്ള CD കിട്ടി. ഇനി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് എഴുതാൻ സാധിക്കും. സോ ഫസ്റ്റ് നമ്മുടെ കൈകളിലുണ്ട് എത്രയാണ്? 30. ആ 30യുടെ കൂടെ 15 ഒന്ന് ആഡ് ചെയ്ത് എത്രയാണ് കിട്ടുക? 45 കിട്ടും. എഗെയിൻ ഈ 45ൻ്റെ കൂടെ 15 ഒന്ന് ആഡ് ചെയ്ത് എത്രയായിരിക്കും കിട്ടുക? നമുക്കിത് ഇവിടെ കിട്ടിയാൽ ഇവിടെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഈ 60 തന്നെയായിരിക്കും നമുക്കിവിടെ ലഭ്യമാകുന്നത് അല്ലേ. അപ്പോൾ നമ്മളോട് 3 എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ, ബട്ട് നമുക്കിവിടെ 5 എഴുതാം. ഓക്കെ, വീണ്ടും ഈ 60യുടെ കൂടെ 15 ഈ CD കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ എത്ര കിട്ടുക? 75 കിട്ടും. ഈ 75ൻ്റെ കൂടെ വീണ്ടും ഈ 15 ആഡ് ചെയ്താൽ എത്രയായിരിക്കും? 90 കിട്ടും. ഓക്കെ ആണല്ലോ. സോ ഇങ്ങനെ അപ്പോൾ ഇതുപോലെ 1 2 3 4 5 ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോഴാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള 300 ആണ് അതിൻ്റെ സംബന്ധം പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ ഇതിൽ നിന്നൊരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, ഇത് തുടർച്ചയായി വരുന്ന 5 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സാണ് നമുക്കറിയാം അല്ലേ. ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്കറിയാം എന്താണ്. അപ്പോൾ നമ്മൾക്ക് അതിനെ എങ്ങനെ പറയാമെന്ന് നോക്കിയാൽ, സം ഓഫ് 5 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 5 ടൈംസ് ഓഫ് ഇറ്റ്സ് മിഡിൽ നമ്പർ എന്ന് പറയാം. ഇതിൻ്റെ 5 ഇരട്ടി ആയിരിക്കും. ഈ കിടക്കുന്ന 5 കൂടെ ആഡ് ചെയ്യുമ്പോൾ മിഡിൽ ടേമിൻ്റെ 5 ഇരട്ടി ആയിരിക്കും ഇതെന്ന്.
മനസ്സിലായോ? അതായത് ഈ സംഖ്യ ഇതെല്ലാം കൂടെ കൂട്ടുന്ന ഈ തുക എന്തായിരിക്കും ഒറ്റയടിക്ക് നമുക്ക് പറയാം, ഈ മിഡിൽ ടേമിൻ്റെ 5 ഇരട്ടി ആയിരിക്കും. അതേ സത്യമല്ലേ? നോക്കിയേ, 60 × 5 നോക്കുക, 6 5 are 3 are 30, then ഈ 0 കൂടി കിട്ടി. അപ്പോൾ ഈ മിഡിൽ ടേമിൻ്റെ 5 ഇരട്ടി തന്നെയല്ലേ ഇത്, കണ്ടോ? പക്ഷെ നമ്മുടെ ഇക്വേഷൻ പ്രകാരം നമ്മൾ കണ്ടെത്തി 30 45 60 75 90 ഇതെല്ലാം കൂടെ ആഡ് ചെയ്താലും നമുക്ക് എന്താ കിട്ടുക, ഇത് തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് എഴുതിയൊക്കെ നോക്കുക. ഇത് ഓഡ് നമ്പറിലാണ് ഈ പൊസിഷൻസ് ഒക്കെ വന്നിട്ടുള്ള 5 നമ്പറാണ്, അത് ഓഡല്ലേ. സോ ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്, മിഡിൽ ടേം ആണ്. അതായത് ഇത് രണ്ടും ഒരു ഗ്രൂപ്പാണ്, ഇത് രണ്ടും ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, സോ മിഡിൽ ടേമിനെ നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, പൊസിഷൻ ഡിഫറൻസ് കണ്ട്, പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമുക്ക് 5 നമ്പറുണ്ട്. ആ 5ാമത്തെ നമ്പറിൽ നിന്നും 1ാമത്തെ പൊസിഷൻ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പൊസിഷൻ ഡിഫറൻസ് ആയുള്ള 4 കിട്ടും. ആ 4നെ ഈ മിഡിൽ ടേമിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടി, നമ്മുടെ CD കിട്ടി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് ടേം ഓൾറെഡി ഗിവൻ ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ്, സോ റൈറ്റ് ദാറ്റ് നമ്പർ ഹിയർ. അപ്പോൾ 30 എഴുതി, അതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി, കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് 5 നമ്പേഴ്സ് എഴുതുക. ക്വസ്റ്റ്യൻ പാറ്റുള്ള 3 നമ്പേഴ്സ് എന്നാണ്, ഇത് ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പക്ഷേ ഇത് വരാൻ പോസിബിലിറ്റീസ് കൂടുതലുള്ളതാണ്. അതായത് പേജ് നമ്പർ 28 5th സെക്ഷനിലെ 3rd ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി ഇത്. ഓക്കെ, പക്ഷേ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് വിട്ടു പോകരുത്. അപ്പോൾ ഇത് നല്ലതുപോലെ ചെയ്യുക. ഓക്കെ ആണല്ലോ? സോ അടുത്ത ക്വസ്റ്റ്യൻ ഒരു പാറ്റേൺ സ്റ്റൈൽ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 4 7 10 then 13 16 19 22 25 28 31 ഇവിടെ ഡാഷ് ആണ്. അവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, റൈറ്റ് ദ നെക്സ്റ്റ് 2 lines ഓഫ് ദ പാറ്റേൺ അബോവ്. ഈ പാറ്റേണിലെ നെക്സ്റ്റ് 2 lines എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വളരെ എളുപ്പമായിരിക്കാം. ദെൻ പറഞ്ഞിട്ടുള്ള എന്താണ്, കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ടേം ഓഫ് ദ 20th ലൈൻ എന്നാണ് ഇവിടെ പറയുന്നത്. 20th ലൈനിലുള്ള ഫസ്റ്റും ലാസ്റ്റ് ടേം നമ്മൾ മുന്നേ ഒരു കണക്ക് ചെയ്തു അല്ലേ, പക്ഷേ അതിനകത്ത് തുടർച്ചയായിട്ട് വരുന്ന കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ ഒരു ഫ്ലോ ആയിരുന്നു അല്ലേ. ഇവിടെ വന്നപ്പോൾ നോക്കിയേ, ഇവിടെ ഫസ്റ്റ് കിടക്കുന്നത് 4 ദെൻ 7 10 13, ഇപ്പോൾ 3 ഡിഫറൻസ് വെച്ചിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ആൻസർ എഴുതാലോ. ഈ 30 ഉണ്ടോ, 4ൻ്റെ കൂടെ 3 ആഡ് ചെയ്താണ് 7, 7ൻ്റെ കൂടെ 10 ആഡ് ചെയ്താണ് 7ൻ്റെ കൂടെ 3 ആഡ് ചെയ്ത് 10 കിട്ടി, 10ൻ്റെ കൂടെ അഗെയിൻ 3 13, അങ്ങനെ 3 ആഡ് ചെയ്ത് പോയതാണ്. സോ ഇവിടെ കിടക്കുന്ന എത്രയാണ്, 31 ആണ്. അപ്പോൾ നമ്മൾക്ക് ആൻസർ എങ്ങനെ എഴുതാം, ഇതിൻ്റെ കൂടെ 3 ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ ഇവിടെ എത്ര കിട്ടും, 33 കിട്ടും. 31ൻ്റെ 34 31ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 34, അഗെയിൻ 34ൻ്റെ കൂടെ 3 ആഡ് ചെയ്താൽ എത്ര കിട്ടും, 37. 37ൻ്റെ കൂടെ വീണ്ടും 3 ആഡ് ചെയ്താൽ 40 ആയിരിക്കും നമുക്ക് വരിക. ദെൻ ഇവിടെ 43 വരും, ഇവിടെ എന്ത് വരും, 46 വരും. അഗെയിൻ ഇതിൻ്റെ കൂടെ 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടുത്തെ ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടോ, 49. അഗെയിൻ ഇവിടെ എത്ര വരും, 52 വരും. 52ൻ്റെ വീണ്ടും 3 ആഡ് ചെയ്താൽ 55, 55ൻ്റെ കൂടെ 3 ആഡ് ചെയ്താൽ 58, ദെൻ 61 കിട്ടും. 61ൻ്റെ കൂടെ 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 64. സോ ഇവിടെയും കറക്റ്റായിട്ട് ആൻസർ നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ടേം ഓഫ് ദ 20th ലൈൻ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഫസ്റ്റ് ലൈനെ സംബന്ധിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് ലൈനിൽ കിടക്കുന്ന കണ്ടോ, ഫസ്റ്റ് ലൈനിൽ നമുക്ക് വേറെ 4 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ നമ്മുടെ ഫസ്റ്റ് ലൈനിൽ ഏതാ കിട്ടിയിട്ടുള്ളത്, 4 ആണ്. എന്നാൽ നമ്മുടെ സെക്കൻഡ് ലൈനും നോക്കിയേ എന്താ കിട്ടിയിട്ടുള്ളത്, ഈ 4ൻ്റെ കൂടെ 3 കൂട്ടിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. ആ 4ൻ്റെ കൂടെ നമുക്ക് 3 കൂട്ടിയപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്, 7 എന്ന് പറയുന്ന ഈ നമ്പർ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. കറക്റ്റ് ആണല്ലോ. ഇനി ഈ തേർഡ് ലൈനിൽ നോക്കുമ്പോൾ നോക്കിക്കേ, തേർഡ് ലൈനിൻ്റെ കൂടെ ഈ 4 പിന്നെന്താ ഈ 3, 4 + 3, അതിൻ്റെ കൂടെ എന്തും കൂടി വന്നു, 4 + 3 ചെയ്തപ്പോൾ എത്രയാണ്, നമുക്ക് 7 ആണ് കിട്ടിയത് അല്ലേ. ഈ 7ൻ്റെ കൂടെ ഇനി എത്ര കൂട്ടിയാൽ നമുക്ക് 13 കിട്ടുമെന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. 6 അല്ലേ, കണ്ടോ. അതായത് ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. നോക്കിയേ, ഈ 4ൻ്റെ കൂടെ 3 കൂട്ടിയപ്പോൾ 7 കിട്ടി. ആ 7ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 13 കിട്ടുക, 6 കൂട്ടിയപ്പോഴാണ് നമുക്കിവിടെ 13 കിട്ടുക അല്ലേ. നോക്കിയേ, 4 + 3 7, 7 + 6 എത്ര കിട്ടി, 30. കറക്റ്റ് ആണല്ലോ.
അതേപോലെ തന്നെ നമ്മുടെ ഫോർത്ത് ലൈൻ ഒന്ന് നോക്കാം. ഓക്കെ, ഫോർത്ത് ലൈനിൽ വന്നിട്ട് നമുക്ക് എത്രയാണ് കിടക്കുന്നതെന്ന് നോക്കിയാൽ ഇവിടെ 22 ആണ്. കണ്ടോ 22. ഇത് ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, ഫോർത്ത് ലൈൻ. സോ 22 ആണ് കിടക്കുന്നത്. ഈ 22 എങ്ങനെയായിരിക്കും വന്നതെന്ന് നോക്കിയാൽ ഈ 4, ഈ 3, ദെൻ ഈ 6, അതിൻ്റെ കൂടെ എത്ര കൂട്ടിയപ്പോഴായിരിക്കും നമുക്ക് 22 കിട്ടുക? 9 അല്ലേ? ഇവിടെ 13 ഉണ്ട്, അതിൻ്റെ കൂടെ 9 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 22 കിട്ടിയേ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ പറയുന്നത്? അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ താഴോട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ടാണ് നമ്മളിങ്ങനെ നോക്കുന്നത്. സോ അതിലെല്ലാത്തിലും ദേ ഇവിടെ കോമൺ ആയിട്ട് കണ്ടോ 4, 3, 6, 9. ഈ 4നെ ഒന്ന് ഒഴിച്ചു നിർത്തി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് നോക്കിക്കുക എന്താ പറ്റിയിരിക്കുന്നതെന്ന്. നമ്മുടെ 3ൻ്റെ മൾട്ടിപ്പിൾസാണ് അല്ലേ? ഇവിടുത്തെ നമ്മുടെ ഡിഫറൻസ് നമ്മളെങ്ങനെ നോക്കിയത്? 3 വെച്ചിട്ടല്ലേ? കണ്ടോ 4ഉം 3ഉം 7, 7 + 3 10, 10 + 3 13, 13 + 3 16, 16 + 3 19 അങ്ങനെയാണ്. സോ ഇവിടെ ഈ 4നെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ എന്താണ്? മൾട്ടിപ്പിൾസ് ഓഫ് എന്ത് വരും? മൾട്ടിപ്പിൾസ് ഓഫ് 3 ആണ് അല്ലേ? അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ 20th ലൈനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 20th കണ്ടെത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ 20th കാണാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ നമുക്കിതെല്ലാം നിരത്തി എഴുതാം. 4 പിന്നെ വരുന്നത് എന്താ? ബാക്കിയുള്ളതെല്ലാം നമ്മുടെ 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണല്ലേ? മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ? 1 × 2 3 ആണ്, 3 × 2 = 6, 3 × 2 = 9, അങ്ങനെ പോകും 3ൻ്റെ മൾട്ടിപ്പിൾസ്. റൈറ്റ്. അപ്പോൾ ഇതിങ്ങനെ എഴുതി. ഇതുപോലെ എത്ര ടേംസ് ഇനി ഇവിടെ കാണുന്നത് നോക്കിയേ. ഇപ്പോൾ 4th ടേം എന്ന് പറയുമ്പോൾ 4നെ ഒഴിച്ചു നിർത്തിയിട്ട് ബാക്കി 3 ടേംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 20th ടേം എന്ന് പറയുമ്പോൾ 4നെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എത്ര ടേംസ് ഉണ്ടാവും? 19 ടേംസ് അല്ലേ വരിക? കറക്റ്റ് അല്ലേ? മനസ്സിലായോ പറഞ്ഞത്? ഇവിടെ 19 ടേംസ് ഇവിടെ കാണും അല്ലേ? അതായത് 4th ടേം എന്ന് പറയുമ്പോൾ 4നെ ഒഴിച്ചു നിർത്തി ബാക്കി 3ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള 3 ടേം ഉണ്ട്. അതേപോലെ 20th ടേം എന്ന് പറയുമ്പോഴും എന്താണ്? 4നെ ഒഴിച്ചു നിർത്തി ബാക്കി എത്ര ടേം ഉണ്ടാവും? 19 ടേംസ് നമുക്കിവിടെ ഉണ്ടാവും. ഓക്കെ ആണല്ലോ? ഇനി ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം 3ൻ്റെ മൾട്ടിപ്പിൾസ് ആയതുകൊണ്ട് നമുക്ക് ഈ 3നെ ഒന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം. ഓക്കെ അല്ലേ? സോ ഈ 4 എഴുതി പ്ലസ് ഇട്ടു, ഈ 3നെ നമുക്ക് പുറത്തെടുക്കാം. ഓക്കെ, ഈ 3നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? 1 × 3 3 ആണ് അല്ലേ? പ്ലസ് ഇടാം. നോക്കിയേ 2 × 3 6 ആണ്. അഗെയിൻ പ്ലസ് 3 3s are 9. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇങ്ങനെ പോയി എത്ര ടേം വരെ ഉണ്ടാവും? 19 ടേം വരെ നമുക്കിവിടെ ഉണ്ടാവും. കറക്റ്റാണോ? അപ്പം നോക്കിയേ, ഇനി നമുക്കിവിടെ എന്താ എഴുതാം? 4 + 3 നമുക്ക് ഇനി ഇവിടെ ഒരു ഫോർമുല നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. എന്താണ് ആ ഫോർമുല എന്ന് ഇവിടെ എഴുതി തരാം കേട്ടോ. n + 1/2 എന്നുള്ള ഫോർമുല നമുക്കിവിടെ അപ്ലൈ ചെയ്തെടുക്കാം. ഓക്കെ, സോ നമ്മൾ ഇത്രയും എഴുതി. അതിനുശേഷം n എന്ന് പറഞ്ഞാൽ എത്ര ടേംസാണ്? 19 ടേംസാണ്. നമുക്കത് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. സോ നമ്മൾ എന്താ ചെയ്യാൻ പോണേ? 4 × 3 ഇൻറ്റു ഈ ഫോർമുല കേട്ടോ. 19 × 19 + 1/2 ഇതെടുത്ത് എഴുതി വയ്ക്കാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തെഴുതാം? 4 + 3 ഇൻറ്റു ഈ 19 എടുക്കുക. ഈ 19 കേട്ടോ. 19 + 1 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 20/2 ആണല്ലോ. പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് ഈ 2ൽ എത്ര ടൈംസാണ്? 20ൽ 10 ടൈംസ് പോയി. ബാക്കി നമുക്ക് എന്താ ഉള്ളതെന്ന് നോക്കിയാൽ 4 + 3 ഇൻറ്റു 19 ഇൻറ്റു 10 ആയിരിക്കും നമുക്കിവിടെ വരിക. കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഈ പോർഷനാണ് കേട്ടോ ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ 4 പ്ലസ് ഇൻറ്റു ആണ്. ബോഡ് മാച്ച് റൂൾ പ്രകാരം ഇവിടെ വരുമ്പോൾ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യുക. ഇങ്ങനെയൊന്നും ചെയ്തു പോകരുത് കേട്ടോ. +3 വെച്ച് 4 + 3 ചെയ്തു അങ്ങനെ പോകരുത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ എന്താണ് ബോഡ് മാച്ച് റൂൾ പ്രകാരം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ബ്രാക്കറ്റ്സ്, ദെൻ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ അങ്ങനെയാണ് പോകുന്നത്. സോ അതുപോലെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. സോ ഇതെടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് 19 × 3 എത്ര കിട്ടും? 9 3s are 27, ബാലൻസ് 2. 1 × 3 3 3 + 2 5 അല്ലേ? പിന്നെ ഈ 0യും കൂടെ ചേർത്ത് കൊടുത്താൽ പോരെ. സോ 570 കിട്ടിയില്ലേ നമുക്ക്? 4 + 570 കിട്ടി. ഇനിയോ 4 + 570 ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 574 കിട്ടി. സോ ഇപ്പം ഈ കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20th ടേമിലെ ഫസ്റ്റ് മെമ്പറെയാണ് നമുക്കിപ്പോൾ കിട്ടിയത്.
മനസ്സിലായല്ലോ? 20th ടേമിലെ ഫസ്റ്റ് നമ്പറിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തത്. ഓക്കെ, 20th മെമ്പറിലെ ഫസ്റ്റ് ടേമിനെ കാണണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആരെ കാണണം? 19th ടേമിലെ ആളെ വേണം നമ്മളിവിടെ കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടി 574 എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്താണ് 574 ഇതെഴുതി. ഇനി നമുക്കറിയാം ആദ്യത്തെ നമ്പർ 574 ആണ്. സോ രണ്ടാമത്തെ നമ്പർ എന്താവും? ഇതിൻ്റെ കൂടെ 3 അല്ലേ ഇവിടെ കോമൺ ഡിഫറൻസ് കണ്ടത്? എന്താണ്? 3 ആണ് അല്ലേ? ഇതിലെല്ലാം 3 വിട്ടിട്ടാണ് ചെയ്തത്. സോ ഇവിടെ അടുത്ത നമ്പർ എന്തായിരിക്കും വരിക? ഇതിൻ്റെ കൂടെ ഒരു 3 കൂട്ടിയാൽ 577 വരും. ഇനി നമുക്ക് ഇങ്ങനെ പോയി ഇതിൻ്റെ ലാസ്റ്റ് ടേമിനെ കണ്ടെത്തണം. കണ്ടോ, നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ എന്താ കണ്ടെത്തിയ? ഫസ്റ്റ് ടേമിനെ നമ്മൾ കണ്ടെത്തി. ഇനി നമ്മൾ എന്താ കാണേണ്ടത്? ലാസ്റ്റ് ടേമിനെ നമുക്കിവിടെ കാണുക. ഓക്കെ, ഇനി ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനുമായിട്ട് കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ എന്താണ് അത് 20 ടേമിൻ്റെ തന്നെയാണ് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു 4 ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമ്മളിവിടെ ഈസി ആയിട്ട് ഇതേ മെത്തേഡ് പ്രകാരം നമ്മൾ കണ്ടെത്തി നമ്മുടെ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടി. ഇനി നമുക്കിതിൻ്റെ 20th ടേമിലെ ലാസ്റ്റ് ടേമിനെ നമുക്ക് കണ്ടെത്തണം. സോ അതിനുള്ളൊരു ഫോർമുല, അതും നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ഫോർമുലയാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നല്ലപോലെ ആലോചിച്ച് വേണം ചെയ്യാൻ. ആദ്യത്തെ പാറ്റേൺ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. സോ അത് വന്നാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ബട്ട് ഈ ക്വസ്റ്റ്യൻ വന്നാലും സ്കിപ്പ് ചെയ്ത് വിടരുത്. ഇത് നല്ലപോലെ പഠിക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? 574 577 കിട്ടിയത്. ഇനി നമുക്ക് എൻ്റെ 20th ലാസ്റ്റ് ടേമിനെ നമുക്ക് കണ്ടെത്തണം. സോ ആ ലാസ്റ്റ് ടേം, അതായത് XN അല്ലേ, ആ XN എന്ന് പറയുന്ന ആളെ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ XN എന്ന് പറഞ്ഞാൽ ആരാണ്? X20 ആണ്. അതിൻ്റെ ഇവിടെ ഒരു ഫോർമുല ഉള്ളത് എന്താ വെച്ചാൽ X+ × X - 1 × D എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫോർമുലയുണ്ട് അല്ലേ. സോ XN മീൻസ് വാട്ട്? 20th ടേമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? X1 എന്ന് പറഞ്ഞാൽ ആരാണ്? ഇതാണ് ഫസ്റ്റ് ടേമാണ്. സോ 574 എഴുതുക. പ്ലസ് X - 1 എന്നാണ് പറഞ്ഞേക്കുന്നത്. X എന്ന് പറഞ്ഞാൽ ആരാണ്? 20th ടേമാണ്. സോ അതുകൊണ്ട് തന്നെ 20 - 1 നമ്മുടെ ഡിഫറൻസ് എത്രയാണ്? നമുക്കറിയാം അല്ലേ, 3 ആണ്. നമ്മൾ പഠിച്ചു അല്ലേ, എന്താ പഠിച്ചത്? നമ്മൾ ആ പാറ്റേണിൽ നോക്കി നമ്മൾ പഠിച്ചില്ലേ. 4 കഴിഞ്ഞ് പിന്നെ വന്ന് 7 ആണ്, 7 കഴിഞ്ഞ് 10 ആയിരുന്നു. സോ അങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ കോമൺ ഡിഫറൻസ് ആരായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ 3. അപ്പോൾ ഫോർമുല മറക്കരുത്. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ടേം കാണാനുള്ള ഫോർമുല കേട്ടോ. ഈ പാറ്റേൺ ക്വസ്റ്റ്യനിൽ ലാസ്റ്റത്തെ നമ്പറിനെ കണ്ടെത്താനായിട്ടുള്ള ഫോർമുലയാണ് XN = X1 + X - 1 × D. ഇവിടെ XN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതെന്താണ്? 20th ആണ്. 20th ടേമാണ് കാണേണ്ടത്. X1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമാണ്, അതാണ് 574 എന്ന് പറയുക. പിന്നെ നമുക്ക് ഡിഫറൻസ് നമ്മൾ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ പാറ്റേൺ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു 3 ആണ്. അപ്പോൾ ഇതിലെല്ലാം കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒന്ന് ചെയ്തെടുക്കാം അല്ലേ. സോ 574 പ്ലസ് ഇതിന് ഇത് സബ്ട്രാക്ട് ചെയ്താൽ എത്രയാണ് വരിക? 19 വരും. ബ്രാക്കറ്റ് ഇൻറ്റു ആണ്. സോ ഇൻറ്റു 3. ഇതുപോലെ തന്നെ ഫസ്റ്റ് 574 ഇവിടെ എഴുതി വെക്കുക. പ്ലസ് 19 × 3 എത്രയായിരിക്കും കിട്ടുക? 57 അല്ലേ? നമുക്ക് നോക്കാം. 9 3 27 2. ഓക്കെ, 57. സോ 57. ഈ 57ഉം നോക്കിയേ, 574ൻ്റെ കൂടെ 57 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 11. ഇവിടെ എത്ര കിട്ടി? 6 + 6 3 വരും. ബാലൻസ് 1 വരും. സോ 631 ആയിരിക്കും. സോ നമുക്ക് എന്താണ് 20th ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 574 വരും. ദെൻ 577 വരും. ഇതുപോലെ ഇങ്ങനെ 3 കൊണ്ടുള്ള ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് വരുമ്പോൾ എത്രയായിരിക്കും? 631 കിട്ടും. സോ നമ്മുടെ പ്രോബ്ലം നമ്മൾ നല്ലതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ആരും തന്നെ ഇത് സ്കിപ്പ് ചെയ്ത് വിടരുത്. ഒന്നുകൂടി പറയാം. അതായത് ഫസ്റ്റ് തന്നെ നമ്മുടെ പാറ്റേണിലേക്ക് ശരിക്കൊന്ന് നോക്കി മനസ്സിലാക്കുക. കണ്ടോ, എല്ലാത്തിലും 3 വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾക്കത് മനസ്സിലായി. സോ ഇത് രണ്ടും നമ്മൾ ഈസി ആയിട്ട് നമ്മളത് ചെയ്തു. പക്ഷേ നെക്സ്റ്റ് വരുമ്പോൾ മിക്ക കുട്ടികളും തെറ്റിക്കും. അത് തെറ്റിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഈ പാറ്റേണിനെ ഒന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കാനായിട്ട് പറയുക. കണ്ടോ, ഈ സൈഡ് വെച്ചിട്ടൊന്ന് നോക്കി പോയാൽ മതി ഈസി ആയിട്ട്. സോ ഫസ്റ്റിൽ 4 ആണ്. സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞപ്പോൾ 7 ആണ് അല്ലേ. ആദ്യത്തേൽ 4 ആണ്, പിന്നത്തേൽ 7ഉം 10ഉം ആണ് വന്നിട്ടുള്ളത്. സോ ആദ്യത്തേൽ 4 ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. സോ 4 + 3 ചെയ്തപ്പോഴാണ് ഇവിടെ 7 വരിക.
അടുത്തത് വന്നിട്ടുള്ളത് 13 ആയിരുന്നു. 13ഉം 16ഉം 19ഉം ആയിരുന്നു ഇവിടെ കിടന്നത്. സോ 13 വരുമ്പോൾ ഈ 7ൻ്റെ കൂടെ എത്ര കൂട്ടിയപ്പോഴാണ് നമുക്ക് വന്നതെന്ന് നോക്കിയാൽ 6 കൂട്ടി. അതായത് 3യുടെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള 6 ആണ് നമ്മളിവിടെ കൂട്ടിയിരിക്കുന്നത് അല്ലേ. സോ 6 കൂട്ടിയപ്പോൾ നമുക്കത് കിട്ടി. എഗെയിൻ ഇവിടെ വന്നിട്ടുള്ള എന്താണ് 22 ആണ്. സോ വീണ്ടും അതേ 3ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള 9 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തപ്പോഴാണ് 22 വന്നിരിക്കുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ സെയിം ക്വസ്റ്റ്യൻ തന്നെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് ചെയ്തെടുത്തോളുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് എഴുതി കണ്ടോ, അങ്ങനെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 20th ലൈൻ ആയതുകൊണ്ട് 20 = 4 പ്ലസ് പിന്നെന്താ 3 + 6 + 9 വരെ എഴുതി. ഈ 4നെ മാറ്റി നിർത്തിയാൽ ബാക്കി എത്ര എണ്ണം ഉണ്ടാവും? 19 ടേംസ് ഉണ്ടാവും. പിന്നെ ഇതുകൂടെ കൂട്ടുമ്പോൾ 20 ആയല്ലോ. സോ അത് ഇനി എന്താ വെച്ചാൽ ഇതിലിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് 3യുടെ മൾട്ടിപ്പിൾസ് ആണ് ഈ പോണേ. അതുകൊണ്ട് 4 + എഴുതി 3നെ നമുക്ക് പുറത്തിട്ടാൽ ബാക്കി വരുന്നത് എന്തായിരിക്കും? 1 2 3 4 അങ്ങനെ 19 വരെ ആയിരിക്കും നമുക്ക് പോവുക. അതായത് നോക്കിയാൽ 1 × 3 3 ആണ്, 3 × 2 6 ആണ്, 3 × 3 = 3 ആണ്, 9 ആണ്. സോ അപ് ടു 19 ടേംസ്. ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മുടെ ഈ ഫോമുല യൂസ് ചെയ്യുക. n × n + 1/9. നമ്മുടെ കയ്യിലിപ്പോൾ 19 ഉണ്ട്. ഇവിടെ എന്താണ് ആ 20th ടേം കൂടെ കൂടുമ്പോൾ അത് 4 കൂടെ കൂട്ടിയാൽ 20th ആവും യഥാർത്ഥത്തിൽ അല്ലേ. സോ 4 + then 3 × ഈ ഫോമുല ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 19 × 19 + 1 n എന്ന് പറഞ്ഞാൽ 19 ആണ്. നമ്പർ ഓഫ് ടേംസ് നമ്മുടെ കൈകളിലുള്ളത് 19 ആണ്. ഓക്കെ, അപ്പോൾ അതിട്ട് then 4 + 3 × ഈ 19 ഇവിടെ എഴുതി. ഇത് രണ്ടും കൂടെ കൂട്ടിയതാണ് ഈ 20/2. 2 ഇതിൽ 10 ടൈംസ് പോയി. എഗെയിൻ എന്താണ് 4 + 3 19 × 10 വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ആൻസർ കിട്ടും. അതിനെ എടുത്ത് കഴിയുമ്പോൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 574 കിട്ടും. ഓക്കെ ആണല്ലോ. അതിന് ശേഷമാണ് നമ്മുടെ ഫോമുല നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഏത് ഫോമുലയായിരുന്നു? നമ്മൾ എഴുതിയ ഫോമുല x1 + x - 1 × d. കണ്ടോ, xn = ലാസ്റ്റ് ടേം നമുക്ക് കാണണം. സോ x1 + x - 1 × d. xn എന്ന് പറഞ്ഞാൽ x 20th ടേമാണ്. x1 എന്ന് പറഞ്ഞാൽ ആരാണ്? ഫസ്റ്റ് ടേമാണ്. x എന്ന് പറഞ്ഞാൽ എന്താണ്? 20 ആണ്. ദെൻ d നമുക്ക് ഓൾറെഡി അറിയാം. സോ അതൊക്കെ അപ്ലൈ ചെയ്ത് തരുമ്പോൾ നമുക്ക് ലാസ്റ്റ് ടേം നമുക്കിവിടെ കിട്ടി. ഓക്കെ.